السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد. وشدമായ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ചില മദ്ഹുകൾ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ പുണ്യകരമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. മാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ റാസിയിൽ പറയുന്ന ചില മദ്ഹുകളാണ്, ചില അമാനുഷികതകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വിവരിച്ചുകൊണ്ട് അക്രമല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു. ഫഫലക ലഹുൽ ബഹ്റ ഫിൽ അർളി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന് സമുദ്രത്തെ രണ്ട് പിളർപ്പാക്കി കൊടുത്തു, ഭൂമിയിലുള്ള സമുദ്രം. വകറമ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചു. ഫഫലക ലഹുൽ ഖമറ ഫിസ്സമായി, ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കൊടുത്തു. ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ ചന്ദ്രൻ രണ്ട് പിളർപ്പായി. ചന്ദ്രൻ ആകാശത്താണ് ഉള്ളത്. അപ്പൊ ആകാശത്തുള്ള ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കൊടുത്തു. ആർക്ക്? പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതേ പ്രകാരം മൂസാ നബി അലൈഹിസ്സലാമിന് കല്ലിന്മേല് അവരുടെ വടി കൊണ്ട് അടിക്കുന്ന സമയത്ത് ആ കല്ലിൽ നിന്ന് വെള്ളം ഉറവെടുക്കുന്ന മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നാൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസാബിഅഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകളുടെ ഇടയിൽ നിന്ന് വെള്ളം ഉറവെടുത്തുകൊണ്ട് പൊടിഞ്ഞു. വകല്ലമല്ലാഹു മൂസ അലൈഹിസ്സലാം സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല മാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടിയെ വലിയ സർപ്പമാക്കി മാറ്റി. സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ പേടിക്കപ്പെടുന്ന വലിയ സർപ്പം എന്നാണ്. വേറെ ആയത്തില് ഹയ്യത്തൻ എന്ന് കാണാം. ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുള്ള, ഓടാൻ ശക്തിയുള്ള സർപ്പം എന്നാണ്. സാധാരണ നിലയ്ക്ക് വലിയ സർപ്പമാണെങ്കിൽ അതിന് സ്പീഡ് കുറയും, ചെറിയതാകുമ്പോ നല്ല സ്പീഡ് ഉണ്ടാകും. ഇത് രണ്ടും ഒത്തിണങ്ങിയിരുന്നു ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ വടിയിൽ നിന്നുണ്ടാകുന്ന സർപ്പത്തിന് എന്നാണ് ഈ രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മുഫസ്സിരീങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി സൗബാനായി വലിയ സർപ്പമായി മാറിയിരുന്നു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലുകൊണ്ട് എറിയാൻ വേണ്ടി അബൂജാഹിൽ കല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് പെട്ടെന്ന് പേടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിക്കുകയാണ്, എന്താണ് ഇനി എറിയാതെ പിന്തിരിഞ്ഞു?
അവൻ പറയുന്ന മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ചുമലിന്മേലും വലിയ രണ്ട് സർപ്പങ്ങളെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചു വിറച്ചുപോയി എന്നാണ് അദ്ദേഹം അബൂജാഹിൽ അതിന് കൊടുത്ത മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും കൊടുത്തതിലേറെ വലിയ മുഅ്ജിസത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വസബ്ബഹത്തിൽ ജിബാലു മഅ ദാവൂദ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ പർവ്വതങ്ങളെ തസ്ബീഹ് ചൊല്ലിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. എന്നാൽ ദാവൂദ് നബി ചൊല്ലുന്ന സമയത്ത് കൂടെ ചൊല്ലുകയായിരുന്നു പർവ്വതങ്ങൾ. എന്നാൽ വസബ്ബഹത്തിൽ അഹ്ജാറു, കല്ലുകൾ തസ്ബീഹ് ചൊല്ലി ഫീ യദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ, വയദി അസ്ഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ കയ്യിലും. വകാന ദാവൂദ ഇദാ മസഹൽ ഹദീദ ലഅന. റാസി ഇമാമിന്റെ അറബിയാണ് ഞാൻ ഈ വായിക്കുന്നതൊക്കെ. ഞാൻ വെറുതെ അറബിയിൽ പറയുകയാണെന്ന് മനസ്സിലാക്കരുത്. റാസി എന്ന കിതാബിലുള്ളതാണ്. മാനപ്പെട്ട റസൂലുള്ളാഹി ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ മുകളിൽ കൈകൊണ്ട് തടവിയാൽ അത് നല്ല മയമുള്ളതായി, അത് ഒതുങ്ങി, അത് എന്തിനും പറ്റുന്ന പാകത്തിലും മാവ് കുഴച്ചതുപോലെയായി മാറുമായിരുന്നു. വളക്കാനും നീർത്താനും ഒക്കെ പറ്റുന്ന രീതിയിലായി മാറിയിരുന്നു ദാവൂദ് നബിയുടെ കൈ ഇരുമ്പിൽ സ്പർശിക്കുമ്പോൾ. എന്നാൽ ലമ്മാ മസഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശാത്തൽ ജർബാ, ചൊറി പിടിച്ചുകൊണ്ട് പാലൊന്നുമില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആടിന്റെ അകിടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് തടവിയപ്പോൾ അത് പാലുള്ളതായി മാറി. ഇതേ പ്രകാരം ദാവൂദ് അലൈഹിസ്സലാം ബിത്വയ്രി മഹ്ശൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യുസബ്ബിഹുന വത്വയ്ർ, പർവ്വതം മാത്രമല്ല പക്ഷികൾ ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ കൂടെ തസ്ബീഹ് ചൊല്ലിയിരുന്നു. എന്നാൽ കല്ലുകൾ, ഭക്ഷണങ്ങൾ, മറ്റു വസ്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലിരുന്ന് തസ്ബീഹ് ചൊല്ലിയിരുന്നു. ഇങ്ങനെ അനേകം മഹത്വങ്ങൾ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം മറ്റൊരു ദിവസം എന്റെ ചർച്ചയിലുണ്ടാകും. ഈ ചാനൽ കേൾക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. അതിൻ്റെ ഒക്കെ പുറമെ ഈ ഉള്ളവന് വേണ്ടിയും മറ്റ് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും ഗുണം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന വസിയ്യത്തോടുകൂടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.